ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് കുക്കറിൽ നമ്മുടെ ഓട്സ് ഉണ്ടല്ലോ, സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. അതും കുറച്ച് കടലയും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കുക്കർ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഓയിലിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ കുറച്ച് ഹെൽത്തി ആയിക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ട് നെയ്യ് ചേർത്തതാണ് കേട്ടോ. ഇനി അതിലേക്ക് ഒരു സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം ഇട്ട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വെന്ത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി. അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതിയാവേ. ഇപ്പം ദാണ്ടെ ഒന്നായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒന്നും വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടെ ചേർക്കണം. തക്കാളിയൊക്കെ വളരെ കുറച്ച് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഒരു തക്കാളിയുടെ പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതും ചോപ്പറിലിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ചോപ്പർ ഉള്ളത് കൊണ്ടാണ് ഇത്രയും പൊടിയായിട്ട് അരിഞ്ഞത്. അല്ലെങ്കിൽ ഇത്രയും പൊടിയാക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അരിഞ്ഞിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണേ. അപ്പോൾ അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം എന്ന് കരുതി ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞൊന്നും പോകണ്ട കേട്ടോ. ഇപ്പൊ തക്കാളിയൊക്കെ ദാണ്ട അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ പാകം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവേ. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എരിവ് നല്ല കുറവുള്ള മുളക് പൊടിയാണ്. അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ മസാല ചേർക്കുമ്പോഴേക്കും നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ആയിട്ട് മാറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പരുവമൊക്കെ ആകുമ്പോഴേക്കും ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി കുതിർത്തി വെച്ചേക്കുന്ന നമ്മുടെ കടല ഒരു 6 മണിക്കൂറോളം ഞാനൊന്ന് കുതിർത്തെടുത്തതാണ് കേട്ടോ. അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/4 കപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റീൽ കട്ട് ഓട്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർക്കാം. സ്റ്റീൽ കട്ട് ഓട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ സാധാരണ റോൾഡ് ഓട്സോ അല്ലാത്ത ഓട്സോ ആണെങ്കിൽ അത് ചേർത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇതാണ് ഞാൻ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വേവിക്കുന്നത് കൊണ്ടാണ് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നത്. അപ്പം ഞാൻ എടുത്തേക്കുന്ന ഓട്സിനും കടലയ്ക്കും അനുസരിച്ചുള്ള വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ചേർക്കണം കേട്ടോ. അപ്പോൾ 1.5 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ ഓട്സ് ഉണ്ടാക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഓട്സ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കും മടിയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെയും ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. എനിക്ക് കുറച്ചധികം കറിവേപ്പില കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അഹങ്കാരാന്ന് കൂട്ടിക്കോ. അപ്പോഴ് ഇനി ഇതിലേക്ക് നമുക്ക് ഇനി ഈ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 4 വിസിൽ വരെ വേവിക്കണം കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇപ്പോൾ ഒരു 4 വിസിലായിട്ടുണ്ട്. അപ്പോൾ ദാണ്ടെ നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു കടലയും ഓട്സും എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ദാണ്ടെ ഇതുപോലെയാണ് ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഓട്സിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.